ഈ ലൈനിങ്ങിനൊക്കെ കോൺസെപ്റ്റ്സ് ആണ് കാണിക്കുന്നത്. ലൈനിങ്ങിന്റെ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് 50 കളേഴ്സ് ആണ് വരാൻ പോകുന്നത്, 50 ഷെയ്ഡ്സ് ആണ് വരാൻ പോകുന്നത്. അതിലാണ്ട് ഈ 80 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന് 1 മീറ്റർ വേണമെങ്കിൽ 1 മീറ്ററും കിട്ടാൻ പോകും. ഈ അങ്ക്ലേസ് സിൽക്ക് മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ സ്വന്തമായിട്ട് ബ്രാൻഡാണ്. ഫുൾ ഇൻഫർമേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. 80 സെന്റിമീറ്റർ വേണമെങ്കിൽ 80 സെന്റിമീറ്റർ കിട്ടാൻ പോകുന്നത്. ഇതുപോലത്തെ സെറ്റ്സ് ആണ് വരാൻ പോകുന്നത്. 180 പീസിന് സെറ്റ്സ് ആണ് വരാൻ പോകുന്നത്. 180 കളേഴ്സ് ഉണ്ടാവും കേട്ടോ. 180 കളേഴ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഡൈഡ് വർക്കിലെ ഹെവി റേഞ്ചിലെ പാർട്ടി വെയർ സാരീസിന്റെ കോൺസെപ്റ്റ്, പാർട്ടി വെയർ സാരീസിന്റെ കോൺസെപ്റ്റ് കിട്ടാൻ പോകുന്നത് ഒരു വലിയ കടയാണ് കേട്ടോ. ഈ ഫുള്ളായിട്ട് വലിയ കടസാണ്, പേടിക്കാനോ ഒന്നുമില്ല. ഈസിയായിട്ട് ഒരു ചെറിയ ഓർഡർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എൻ്റെ പേര് ലലിത് ജെയിനാണ്. ഈ വീഡിയോ കാണുന്നത് അങ്ക്ലേസ് സിൽക്ക് മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേട്ടോ. മലയാള ചാനലിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ബിസിനസ് ചെയ്യാൻ കുറേ ആൾക്കാരിന് ഇഷ്ടമുണ്ടാവും, കുറേ ആൾക്കാരിന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ഐഡിയ വേണമെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോസിൽ ഐഡിയ ആണ് കിട്ടാൻ പോകുന്നത്, ഇൻഫർമേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. ചെറിയൊരു ബിസിനസ് വീട്ടിലിருந்து ചെയ്യാൻ ആഗ്രഹമുണ്ട്. 15,000 to 20,000 rupees ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രം മതി. ബ്ലൗസ് പീസിന്, ലൈനിങ്ങിന്, ഫോൾസിന്, പെറ്റിക്കോട്ട്സിന് അങ്ങനത്തെ വെറൈറ്റി ആഡ് ചെയ്തിട്ട് ഈ 365 പോകുന്ന ഐറ്റംസ് ആണ്. ഈ വെറൈറ്റിന് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. ഈ ഐറ്റംസിൽ ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഇതിന് കാണാൻ പോകുന്ന ഫുള്ളായിട്ട് ഇവിടെ കാണിക്കുന്ന ഫുള്ളായിട്ട് സാമ്പിൾസ് ആണ് കാണിക്കുന്നത്. നമ്മൾ സാമ്പിൾ സെറ്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ ലൈനിങ്ങിൽ നോക്കിയാൽ 4 to 5 വെറൈറ്റിയാണ് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അതിലാണ് ബ്ലൗസ് പീസിൽ നോക്കിയാൽ 5-6 വെറൈറ്റി ചെയ്യാറുണ്ട്. ഫോൾസിൽ നോക്കിയാൽ 2-3 വെറൈറ്റി ചെയ്യാറുണ്ട്. പെറ്റിക്കോട്ട്സിൽ നോക്കിയാൽ നമ്മൾ 5-6 വെറൈറ്റിയാണ് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. പെറ്റിക്കോട്ട്സിൽ നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഫ്രീ സൈസ് ഉണ്ടാവും കേട്ടോ. ഫ്രീ സൈസിന് 2 ടൈപ്പാണ് സൈസ് നമുക്ക്. ഒന്ന് റെഗുലറായിട്ട് എല്ലാ വുമൻസിനെ ഇടാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് ഉണ്ടാവില്ല, ആ സൈസാണ് കിട്ടാൻ പോകുന്നത്. അതിലാണ്ട് രണ്ടാമത്തെ സൈസ് എങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ സൈസ് ഫുള്ളായിട്ട് കുറച്ച് ഹെൽത്തി ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ജംബോ സൈസാണ് വേണം. അപ്പോൾ ആ ജംബോ സൈസാണ് നമ്മൾ 2 സൈസാണ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ. പക്ഷേ 6-7 വെറൈറ്റീസ് ഉണ്ടാവും കേട്ടോ, 6-7 ക്വാളിറ്റീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 49 rupeesலேருந்து നമ്മൾ റേഞ്ച് സ്റ്റാർട്ട് ആവും പെറ്റിക്കോട്ട്സിന്. ബ്ലൗസിന് ലൈനിങ്ങിന് നമ്മൾ പറഞ്ഞാൽ ആകെ 18 രൂപയിலேருந்து റേഞ്ച് സ്റ്റാർട്ട് ആവും. 18 രൂപ 50 പൈസയിலேருந்து റേഞ്ച് സ്റ്റാർട്ട് ആവും. പിന്നെ ബ്ലൗസ് പീസിന് നോക്കിയാൽ 29 രൂപയിலேருந்து റേഞ്ചാണ് സ്റ്റാർട്ട് ആകുമ്പോൾ. ഫോൾസിനൊക്കെ നോക്കിയാൽ ആകെ 10 രൂപയിலேருந்து റേഞ്ച് സ്റ്റാർട്ട് ആയിക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിലാണ് എങ്ങനത്തെ സെന്റിമീറ്റേഴ്സ് ആണ് വരാൻ പോകുന്നത്, എങ്ങനത്തെ ഏത് സെന്റിമീറ്റേഴ്സ് ആണ് പോകും അങ്ങനത്തെ പറഞ്ഞാൽ നമ്മൾ 2 ടൈപ്പിന് സെന്റിമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 80 സെന്റിമീറ്ററിന് 100 സെന്റിമീറ്ററിന്. 80 സെന്റിമീറ്റർ മീൻസ് നോർമലായിട്ട് എല്ലാ ഗേൾസിനും യൂസ് ആവുന്നത്. 100 സെന്റിമീറ്റർ 1 മീറ്ററിന് എങ്ങനെയാണ് കുറച്ച് ഹെൽത്തി ഉണ്ടാവില്ലേ, അവർക്കൊക്കെ 1 മീറ്റർ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് 1 മീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1 മീറ്ററിന്റെ കോൺസെപ്റ്റും നമ്മളുടെ കയ്യിലുണ്ട്. 80 സെന്റിമീറ്റർ കോൺസെപ്റ്റ്സും നമ്മൾക്ക് കയ്യിലേക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ഇതുപോലത്തെ കോൺസെപ്റ്റ്സ് ആണ് കേട്ടോ. ഈ ലൈനിങ്ങിനൊക്കെ കോൺസെപ്റ്റ്സ് ആണ് കാണിക്കുന്നത്. ലൈനിങ്ങിന്റെ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് 50 കളേഴ്സ് ആണ് വരാൻ പോകുന്നത്, 50 ഷെയ്ഡ്സ് ആണ് വരാൻ പോകുന്നത്. അതിലാണ്ട് ഈ 80 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന് 1 മീറ്റർ വേണമെങ്കിൽ 1 മീറ്ററും കിട്ടാൻ പോകുന്നത്. അങ്ങനത്തെ ഫുള്ളായിട്ട് അതിലാണ്ട് ഈ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നില്ലേ ഏത് ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ പറയാനുള്ള സ്വന്തം ബ്രാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ കാണിക്കുന്നത് നോക്കുക. ഇതുപോലത്തെ ഈ അങ്ക്ലേസ് സിൽക്ക് മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ സ്വന്തമായിട്ട് ബ്രാൻഡാണ്. ഫുൾ ഇൻഫർമേഷൻ ആണ് കിട്ടാൻ പോകുന്നത്. 80 സെന്റിമീറ്റർ വേണമെങ്കിൽ 80 സെന്റിമീറ്റർ കിട്ടാൻ പോകുന്നത്. അതിലാണ്ട് 100 സെന്റിമീറ്റേഴ്സ് വേണമെങ്കിൽ 100 സെന്റിമീറ്റേഴ്സും 100 ഡിഫറെന്റ് കളേഴ്സിലാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രം മതി. 15,000 to 20,000 rupeesലെ ഈ ഒരു കോൺസെപ്റ്റ് വീട്ടിൽ മേടിച്ചിട്ട് കൊണ്ടുവരുന്നത് മാത്രം മതി. ഈസിയായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അതിലാണ്ട് ഫോൾസിന്റെ കോൺസെപ്റ്റ് വേണമെങ്കിൽ ഫോൾസിന്റെ കോൺസെപ്റ്റ് കിട്ടാൻ പോകുന്നത് 180 പീസിന്റെ സെറ്റ് ആണ് വരാൻ പോകുന്നത്. എങ്ങനെ ഇതുപോലത്തെ സെറ്റ്സ് ആണ് വരാൻ പോകുന്നത്. 180 പീസിന്റെ സെറ്റ്സ് ആണ് വരാൻ പോകുന്നത്. 180 കളേഴ്സ് ഉണ്ടാവും കേട്ടോ. 180 കളേഴ്സ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഫോൾസ് യൂസ് ചെയ്യാം. കുറേ ആൾക്കാർ ഫോൾസ് യൂസ് ചെയ്യാറുണ്ട്, കുറേ സ്ഥലത്തിൽ യൂസ് ചെയ്യാറുണ്ട്, കുറേ സ്ഥലത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോൾസിന്റെ കോൺസെപ്റ്റ് വേണമെങ്കിൽ ഫോൾസിന്റെ കോൺസെപ്റ്റ് ഇവിടെ കിട്ടാൻ പോകുന്നു. പിന്നെ ലൈനിങ് കോൺസെപ്റ്റ്സും കിട്ടാൻ പോകുന്നു, ബ്ലൗസ് പീസിന്റെ കോൺസെപ്റ്റും കിട്ടാൻ പോകുന്നു. ഇത് മാത്രമല്ലാണ്ട് പെറ്റിക്കോട്ടിന്റെ കോൺസെപ്റ്റ്സും കിട്ടാൻ പോകുന്നു. പെറ്റിക്കോട്ട്സിന് നമ്മൾ പറഞ്ഞാൽ 49 rupeesலேருந்து റേഞ്ചാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഇതിൻ്റെ ഒരു ബിസിനസ്, ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ അടിച്ചാൽ മാത്രം മതി. നമ്മൾ അടുത്ത അറിയാവുന്ന ആൾക്കാരിനെ എല്ലാത്തിനും പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് ഇതുപോലത്തെ ഒരു തുടങ്ങിയിട്ട് ചെറിയ ബിസിനസ്. അപ്പോൾ ഫോൾസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, ബ്ലൗസ് പീസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ലൈനിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ. കളർ ചാർട്ടും എല്ലാ ടൈപ്പ് കളർ ചാർട്ടും ഇവിടെ കിട്ടാൻ പോകുന്നു. അങ്ങനത്തെ കോൺസെപ്റ്റിൽ ഈസി ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ കോട്ടൺ സാരീസിന് വെറൈറ്റീസ് വേണമെങ്കിൽ സാരീസിന് ബിസിനസ് തുടങ്ങാൻ പോകും. എങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കസ്റ്റമേഴ്സൊക്കെ പറയുന്ന സാരീസിന് വെറൈറ്റീസ് ഇഷ്ടമായി. അപ്പോൾ ആ സാരീസിനെ പറ്റി സംസാരിക്കാൻ പറ്റും. സാരീസിന് കോട്ടൺ സാരീസ് മേടിക്കാൻ പറ്റും, സിൽക്ക് സാരീസ് ഓരോ ഐറ്റമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ ചെറിയൊരു ബിസിനസ് വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഈസിയായിട്ട് ഒരു ഷോപ്പിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്ര വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ സാരീസിന്റെ കളക്ഷൻസ് വേണമെങ്കിൽ സാരീസിന് ഇഷ്ടംപോലെ കളക്ഷൻസ് കിട്ടാൻ പോകും. കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് കിട്ടാൻ പോകും. ഇത് മാത്രമല്ല ഡൈഡ് വർക്കിലെ ഹെവി റേഞ്ചിലെ പാർട്ടി വെയർ സാരീസിന്റെ കോൺസെപ്റ്റ്, പാർട്ടി വെയർ സാരീസിന്റെ കോൺസെപ്റ്റ് കിട്ടാൻ പോകും. ഒരു വലിയ കടയാണ് കേട്ടോ. ഈ ഫുള്ളായിട്ട് വലിയ കടസാണ്, പേടിക്കാനോ ഒന്നുമില്ല.
ഈസി ആയിട്ട് ഒരു ചെറിയ ഓർഡർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആകെ 10,000 റുപ്പീസേ ഉള്ളൂ. ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ മാത്രം മതി എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബ്ലൗസ് പീസിനെ മേടിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ സാരി മേടിക്കാൻ ആഗ്രഹമുണ്ട്, ഏത് ക്വാളിറ്റിയാണ് മേടിക്കുക, കുർത്തീസ് വേണമെങ്കിൽ കുർത്തീസ് മേടിക്കാൻ ആഗ്രഹം, ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഫുൾ സപ്പോർട്ടും ഫുൾ ഹെൽപ്പാണ് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത് കേട്ടോ. സാധനം എത്തിക്കുന്ന വരെ ചേച്ചിമാന്ന് ഭായിമാന്ന് പറയുന്ന അഡ്രസ്സിൽ എത്തിക്കുന്ന വരെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷേ സിംഗിൾ പീസിനെ മാത്രം വിളിക്കണം കേട്ടോ. സിംഗിൾ പീസ് ഇവിടെ കിട്ടില്ല, ഫുള്ളായിട്ട് സെറ്റ് വൈസ് ആണ് കിട്ടാൻ പോകുന്നത്. മിനിമം പർച്ചേസിങ് നമ്മൾ പറഞ്ഞു ആകെ 10,000 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10,000 റുപ്പീസിൽ സെറ്റ് വൈസ് ആണ് കിട്ടാൻ പോകുന്നത്, സിംഗിൾ പീസ് ആയിട്ട് കിട്ടില്ല. ഇതിൽ കുറേ ആൾക്കാർ പറയുന്നത് എനിക്ക് തുടങ്ങാനേ ഉള്ളൂ, എനിക്ക് സാമ്പിൾ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. സിംഗിൾ പീസിന് പരിപാടി ഒന്നുമില്ല, ഫുള്ളായിട്ട് സെറ്റ് വൈസ് ആണ് ക്വാളിറ്റി. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ചെറിയൊരു റിസ്ക് എടുത്താൽ മാത്രം മതി, ബാക്കി 99% നമ്മളുടെ റിസ്ക് സക്സസ് ആണ് കേട്ടോ. ബിസിനസ്സിൽ എപ്പോഴും 99% നമ്മൾ സക്സസ് റേറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. 1% ആണ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അല്ലാണ്ട് കസ്റ്റമർ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് പറയാറില്ല, സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ കുറച്ച് നന്നായിട്ട് നമ്മൾ തെമ്മില്ല, ഉറപ്പായിട്ടും നമുക്ക് എങ്ങനെ നമ്മൾ കസ്റ്റമറിനെ എങ്ങനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നു, ആ സംസാരിച്ചതിലാണ് നമ്മൾ റേറ്റും കിട്ടാൻ പോകുന്നു, പ്രോഫിറ്റ് മാർജിനും കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഐറ്റത്തിലെ പ്രോഫിറ്റ് മാർജിൻ ഭയങ്കര കുറവാണ്, പക്ഷെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ പേടിക്കാണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, വീട്ടിലെന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആ കുറച്ച് നമ്മൾ വിളിക്കാൻ വാട്സപ്പ് ചെയ്യും, എല്ലാ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ മറക്കണ്ട കേട്ടോ. നമസ്കാരം, താങ്ക് യു.